മേയറോർമ്മകളിൽ ഇന്ന് നമ്മളോടൊപ്പം ചേർന്നത് മുൻ കൊച്ചിൻ മേയറായിട്ടുള്ള ടോണി ചെമ്മണിയാണ്. നമസ്കാരം സാർ. നമസ്കാരം. ജനപ്രിയ നേതാവായിരുന്നു. 2010-15 കാലയളവിൽ കൊച്ചി മേയറായി പ്രവർത്തിച്ചിട്ടുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം, 30 വർഷത്തെ LDFന്റെ ഭരണം, അതിനുശേഷം കോർപ്പറേഷൻ ഭരണത്തിലേക്ക് തിരിച്ചു വന്ന UDF നേതാവ്, ആ ഒരു മാറ്റം പ്രതീക്ഷിച്ചിരുന്നോ? അപ്രതീക്ഷിതമായിരുന്നു, എല്ലാം അപ്രതീക്ഷിതമായിരുന്നു. 2010 ഞാൻ രണ്ടാമതാണ് മത്സരിക്കുന്നത്. ഞാൻ ആദ്യം മത്സരിച്ചത് 2000 2000 മത്സരിച്ചു. ഒന്ന് KSU എല്ലാം കഴിഞ്ഞിട്ടുള്ളൂ. എൻ്റെ 30 വയസ്സിലാണത്. പിന്നെ 2005 വന്നപ്പോൾ അത് വനിതാ വാർഡായി. അപ്പോൾ ആ വനിതാ വാർഡ് കഴിഞ്ഞ് പിന്നീട് 2010 പിന്നെയും ജനറൽ വാർഡായപ്പോഴാണ് രണ്ടാമത് മത്സരിച്ചത്. മത്സരിക്കുന്നു, റിസൾട്ട് വന്നപ്പോൾ ഞങ്ങൾക്ക് ഭൂരിപക്ഷം ലഭിക്കുക UDFന്. ഞാനങ്ങനെ ഒരു ഭൂരിപക്ഷം പ്രതീക്ഷിച്ചൊന്നുമില്ലായിരുന്നു. കാരണം തുടർച്ചയായിട്ട് കഴിഞ്ഞ 3 പതിറ്റാണ്ടായി LDF കുത്തകയാക്കി വെച്ചിട്ടുള്ള ഒന്ന് തുടർച്ചയായിട്ട് അവരുടെ ഭരണം വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ച്. പക്ഷേ ആ 2005-2010 കാലഘട്ടത്തെ ഇടത് കൗൺസിൽ പല കാര്യങ്ങളിലും പിന്നോക്കം വരും. റോഡുകൾ, മാലിന്യ നിർമ്മാർജ്ജനം എല്ലാം പിന്നോക്കം പോയി. അപ്പോൾ അതിൻ്റെ ഒരു റിയാക്ഷൻ കൂടിയാണ് ഞങ്ങൾക്ക് ഭരണം കിട്ടി. ഭരണം കിട്ടിയപ്പോൾ ഞാൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു ആ സമയത്ത്. പുരുഷൻ ഇവിടെ എൻ്റെ മനസ്സിലേക്ക് കിടന്നത് ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആകാൻ സാധിക്കുമായിരിക്കും. അത് മാത്രമേ, അതിനപ്പുറത്തേക്ക് സ്വപ്നമേ കണ്ടിട്ടില്ല. അങ്ങനെയുള്ളപ്പോഴാണ് അന്ന് KPCCയുടെ പ്രസിഡന്റ് VM സുധീരനാണ്. അദ്ദേഹം ഒരു സർക്കുലർ അന്ന് KPC ഇറക്കിയത്. അതാത് പഞ്ചായത്തുകളിലെ, മുനിസിപ്പാലിറ്റികളിലെ, കോർപ്പറേഷനുകളെല്ലാം പാർലമെൻ്ററി പാർട്ടി ലീഡറിനെ തിരഞ്ഞെടുക്കുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ചേർന്ന് നിശ്ചയിക്കുന്ന നേതാവ് ആരാണെന്നുള്ളത്. പാർട്ടി ആരെയും നേരിട്ട് നോമിനേറ്റ് ചെയ്യില്ല. അങ്ങനെ വന്നപ്പോൾ കൊച്ചി കോർപ്പറേഷനിൽ അന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 39 കോൺഗ്രസ് കൗൺസിലർമാർ വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭൂരിപക്ഷം, ഏതാണ്ട് 13 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ഞാൻ പാർട്ടിക്കകത്ത് കൗൺസിലർമാരുടെ ഇടയിൽ വിജയിച്ചു. ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൽ ഒരു ട്വിസ്റ്റ് ഉണ്ടായത്, ഒരു വഴിത്തിരിവുണ്ടായ ദിവസം ഒരുപക്ഷെ അതായിരിക്കാം. അന്ന് ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു മേയറായിരുന്നു അല്ലേ? അന്നത്തെ മറ്റ് മേയർമാരെല്ലാം അപേക്ഷിച്ച് ഞാനായിരുന്നു പ്രായം കുറഞ്ഞ മേയർ. കൊച്ചിയുടെ മുൻ മേയർമാരിൽ ഒരു പക്ഷേ, പിന്നീട് ഇപ്പോൾ അനിൽ വന്നപ്പോഴും അനിലും പ്രായം കുറഞ്ഞ മേയറൊക്കെ തന്നെയാണ്. സൗമിനി വന്നപ്പോഴും അന്ന് 30 വർഷത്തിന് ശേഷം വന്നതിൽ പ്രായം കുറഞ്ഞ മേയർ ഞാനായിരുന്നു. അന്ന് കൊച്ചി കേരളത്തിലെ മറ്റ് കോർപ്പറേഷനുകളിലെ മേയർമാരെ വെച്ചും ഞാനായിരുന്നു യങ്ങസ്റ്റ്. അങ്ങനെ കൗൺസിലിലെ LDFൻ്റെ മേയർ കാൻഡിഡേറ്റ് അന്ന് KJ ജേക്കബ് ഞാനും തമ്മിൽ മത്സരിക്കുന്നു. സ്വാഭാവികമായിട്ട് ഞങ്ങൾക്ക് ഭൂരിപക്ഷമുണ്ട്, ഞാൻ ജയിച്ചു. പിന്നെ അവിചാരിതമായിട്ട് ഞാൻ കൊച്ചിയുടെ മേയറാകുകയാണ്. യഥാർത്ഥത്തിൽ പകച്ചുപോയി. കാരണം മേയർ എന്നത് വലിയ ടാസ്ക്കാണ്. ഒരു MLA MP പോലെയല്ല. മേയർ, പഞ്ചായത്ത് പ്രസിഡന്റ്, മുനിസിപ്പൽ ചെയർമാൻ എന്നൊക്കെ പറഞ്ഞാൽ അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്, ഭരണനിർവഹണമുണ്ട്. മറ്റ് ജനപ്രതിനിധികളാണ്. MLA MP എന്ന് പറഞ്ഞാൽ പീപ്പിൾസ് റെപ്രസെൻറ്റേറ്റീവ് മാത്രം. അവർക്ക് ഭരണനിർവഹണമില്ല. മറ്റ് പദവികൾ, ഒരു സ്ഥാപനത്തിൻ്റെ ഭരണനിർവഹണമുണ്ട്. പഞ്ചായത്തിൻ്റെ, മുനിസിപ്പാലിറ്റിയുടെ, കോർപ്പറേഷൻ്റെ ഭരണനിർവഹണം എന്ന് വെച്ചാൽ എങ്ങനത്തെയാണ്? ഒരു പ്രദേശത്തെ ജനങ്ങളുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. മാലിന്യ നിർമ്മാർജ്ജനം, തെരുവോട്ടിയുടെ പ്രശ്നം, കാനകളുടെ ശുചീകരണം, കൊതുക്, അങ്ങനെ ഒരു റോഡുകൾ എല്ലാ പരിപാലനം, അങ്ങനെ ആളുകളുമായിട്ട് ഡയറക്റ്റ് കണക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ചുമതല പഞ്ചായത്തുകളുടെ, മുനിസിപ്പാലിറ്റിയും, കോർപ്പറേഷൻ്റെ എല്ലാം. ഏറ്റവും പ്രധാനപ്പെട്ട മാലിന്യ നിർമ്മാർജ്ജനമൊക്കെ. അപ്പം അത്തരം ഒരു ഭാരിച്ച ചുമതല, കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ചുമതലയുള്ള സ്ഥാപനം. എനിക്കൊരു ആശങ്കയുണ്ടായിരുന്നു. എങ്കിലും ആശങ്കയൊക്കെ അപ്പുറത്ത് നമ്മളൊരു ആത്മവിശ്വാസത്തോടെ പോകണമല്ലോ. പിന്നെ ഞാനൊരു ആത്മവിശ്വാസത്തോടു കൂടി തന്നെ തുടങ്ങി മുന്നോട്ട് പോയി. ഒരുപാട് ഓർമ്മകളുണ്ട്. ഇപ്പോൾ മേയർ ഓർമ്മകൾ എന്ന നിങ്ങളുടെ പരിപാടിയുടെ പേര്. മേയർ ഓർമ്മകൾ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ മനസ്സിൽ ഒട്ടും പറത്ത ഓർമ്മ വേദനിപ്പിക്കുന്ന ഓർമ്മയായിരിക്കും.